പരിശുദ്ധനായ കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കൃപയാൽ നമുക്ക് ഒന്നിച്ചായിരിക്കാൻ സർവ ആശ്വാസങ്ങളുടെ ഉടമസ്ഥനായ കർത്താവിന് നമ്മോട് പ്രസാദം തോന്നി അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ ജീവിതയാത്രയിൽ വളരെ പ്രത്യാശയോടെ നാം ചുവടുകൾ വയ്ക്കുമെങ്കിൽ ധന്യരായിരിക്കാൻ കഴിയും. കർത്താവിന് സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുകയും യഥാവിധി അവൻ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് നമ്മെ സഹായിച്ച് ഭയപ്പെടാതെ അവനിൽ ആശ്രയിക്കേണ്ടുന്നതിനും ഭയപ്പെടേണ്ട എന്നുള്ള വാക്തത്വവും നമുക്ക് നൽകി മരുഭൂമി യാത്രയിലെ സംരക്ഷണ കർത്താവ് നമുക്ക് നൽകി നടത്തുന്ന എല്ലാ വഴികളെയും ഓർത്താൽ അത്യുന്നതനായ കർത്താവിനെ ആരാധിപ്പാൻ നാം കടപ്പെട്ടവരാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ പലരും നമ്മുടെ മധ്യമുണ്ട്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. നാമും ഈ വഴി കടന്നു പോകേണ്ടവരാകുന്നു എന്നുള്ള വളരെ അറിവോടെ വളരെ പ്രത്യാശയോടെ നാം ചുവടുകൾ വയ്ക്കുമെങ്കിൽ നമുക്ക് ധന്യരായിരിക്കാൻ കഴിയും. കർത്താവിന് സ്തോത്രം. അല്പസമയം വേദഭാഗത്തിലേക്ക് വരുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. കർത്താവിന് സ്തോത്രം. നമ്മെ നടത്തുന്ന കർത്താവ് ഇന്നലെ നമ്മുടെ ദൈവമായിരുന്നു. അവൻ ഇന്ന് നമ്മുടെ ദൈവമാണ്. നാളെയും ദൈവം നമ്മുടെ ദൈവമായിരിക്കുന്നു. ഈ ദൈവത്തിൽ ശരണപ്പെടുവാനിടയാക്കുന്ന എല്ലാ വഴികളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അല്പസമയത്തിലെ ചിന്തയ്ക്കായി 2 പത്രോസ് 1:13. അതിന്റെ 13ാമത്തെ വാക്യം. മതി. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ ദാസനായ പത്രോസ് ഭാവി കാല പ്രത്യാശയിൽ താൻ ദൂരവേ വാഗ്ദത്തത്തിന്മേൽ ആശ്രയിച്ചും കൊണ്ട് തന്നോടുള്ള വാഗ്ദത്തങ്ങളുടെ ശ്രേഷ്ഠത മൂല്യമായി കരുതിക്കൊണ്ട് താൻ ചുവടുകൾ വയ്ക്കുന്നത് കാണുവാൻ കഴിയുന്നു. കർത്തൃ സേവയ്ക്കായി താൻ കാലടികൾ വെച്ച് അത്ഭുതകരമായ അവസ്ഥയില് അത്ഭുതങ്ങളെ ദർശിച്ചും അത്ഭുതത്തിന് സാക്ഷ്യം നിന്നും കൊണ്ടും കാലടികൾ വയ്ക്കുകയും ഒടുവിലായി കർത്താവ് ഇവിടെ നിന്ന് തന്റെ ശിഷ്യന്മാരോട് യാത്ര പറഞ്ഞ് എടുക്കപ്പെടുവാൻ തുടങ്ങുന്നതിന് മുൻപ് ശിഷ്യന്മാരെ വിളിച്ച് അവരുമായി പന്തിഭോജനം കഴിഞ്ഞ ശേഷം അവരോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഇത് നമുക്ക് കാണുവാൻ കഴിയും. ഇതല്ലേ അവർക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലാണത്. ഹല്ലേലൂയ. എന്നാൽ പത്രോസ് കർത്താവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ വയോധികനായിട്ട് മാത്രമേ മരിക്കുകയുള്ളൂ. ആമേൻ. നിന്റെ അരമുറുക്കി മറ്റൊരു നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തിലേക്ക് കൊണ്ടുപോകും. ആമേൻ. പത്രോസ് അത് കേട്ട് സന്തുഷ്ടമാനസനായിരിക്കുകയും തന്നോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിന്മേൽ താൻ ഉറയ്ക്കുകയുമാണ്. നീണ്ട 3.5 കൊല്ലം താനുമായി സംസാരിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഒരുപോലെ ഇടപെട്ട പത്രോസ് തന്റെ ഭാവി കാലങ്ങൾ തന്റെ ലാസ്റ്റ് മൊമെന്റ് എങ്ങനെയായിരിക്കും എന്ന് തന്നോട് സംസാരിച്ചതിൽ തന്നിരിക്കുമ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഭാവി കാലം. ഹല്ലേലൂയ. പത്രോസിന് മാത്രമല്ല, നമുക്കുമെല്ലാം ഭാവി കാലം അറിയേണ്ടതിനാണ് ഈ ദൂത് കേൾക്കാൻ പോകുന്നത്. ഇപ്പം വന്ന് ഭാവികാല പ്രത്യാശയുടെ ശ്രേഷ്ഠതയല്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് പിരിഞ്ഞ് ഒഴിയുന്ന അവസ്ഥയായിരിക്കുകയാണ്. അതിലും മടങ്ങി വരേണ്ടിയിരിക്കുകയാണ്. അതെ,
യാക്കോബ് ഒരു ദിവസം കുഞ്ഞുങ്ങളെ വിളിച്ചു പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ഭാവി കാലം പറയാമെന്ന് പറഞ്ഞു. ഭാവി കാലം കേൾക്കാൻ കുഞ്ഞുങ്ങൾ നിരന്നിരുന്നു. മൂത്തവനോട് പറഞ്ഞു, വെള്ളം പോലെ തുളുമ്പുന്നവനെ, നീ ശുഭം മതിയല്ലോ ദൂത്. ഹല്ലേലൂയ. അതും കേട്ടേച്ചു മാറി നിന്നു. വേറെ 2 പിള്ളേരെ മാറ്റി നിർത്തി 10 പേരോട് പറയുകയാണ്, ഇവരുടെ കൂട്ടായ്മയ്ക്ക് യോഗത്തിന് നിങ്ങൾ പോവുകയും അരുത്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള വൈരൂപ്യമായ ദൂതുകൾ കേട്ട് ദൈവജനം വല്ലാത്ത ശൂന്യതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. അതൊക്കെ ദൈവമക്കൾ എന്ത് ചെയ്യണം? തിരിച്ച് അറിയണം. ആത്മാക്കൾ ദൈവത്തിങ്കൽ നിന്ന് ഉള്ളതോ എന്ന് പരിശോധിച്ച് മുൻപോട്ട് നീങ്ങുവാൻ കഴിയും എങ്കിൽ നമുക്ക് ധന്യരാകുവാൻ കഴിയും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിനോട് പറഞ്ഞു, നീ വയോധികനായിട്ടേ മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മുൻപോട്ട് നീങ്ങി. ഹല്ലേലൂയ. അത് കഴിഞ്ഞ ഉടനെ പത്രോസിനൊരു കാര്യമുണ്ട്, എടുത്തു ചാടി പറയുന്ന സ്വഭാവം. താൻ പറഞ്ഞു, കർത്താവ്, എന്നെക്കുറിച്ചുള്ള ഭാവി കാലം നീ പറഞ്ഞു, എന്നാൽ നിന്റെ അടുത്തിരിക്കുന്ന ആ യോഹന്നാന്റെ വിവരം കൂടെ ഒന്ന് പറയണം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഉള്ള ഒരു വലിയ താല്പര്യമാണ്, ഒരു വ്യക്തിയോട് ഒരാൾ ദൂത് പറഞ്ഞാൽ അവര് കേൾക്കുകയും അവർക്കുമുള്ള ദൂത് അവർ മാറ്റിവെച്ച ശേഷം അടുത്ത സഹോദരിയോ സഹോദരനോ കുറിച്ചുള്ള ദൂത് കേൾക്കാനാണ് താല്പര്യം. ഇത് ഇന്ന് തുടങ്ങിയതല്ല, കർത്താവിന്റെ കാലത്ത് തന്നെ തുടങ്ങിയതാണ്. ഹല്ലേലൂയ. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ഞാൻ വരുന്നത് വരെ അവൻ ജീവനോടെ ഇരിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹമെങ്കിൽ നിനക്കെന്താ കാര്യം? ദൈവമക്കളെ, കർത്താവിന്റെ അരുളപ്പാടിനെ ചോദ്യം ചെയ്യുവാൻ ദൈവം ഒരു വ്യക്തിയെയും അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പോ കാലങ്ങൾ ചിലത് കഴിഞ്ഞു, നാളുകൾ കഷ്ടതയുടെ കയ്പിൽ കൂടി കടന്നുപോയി. അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ചും സന്തുഷ്ട മാനസനായും വയോധികനായപ്പോൾ താനോ വിശുദ്ധന്മാരോട് പറയുകയാണ്, ഞാനിവിടെ അന്യനും പരദേശിയുമാണ് എന്ന് പറഞ്ഞ് മുൻപോട്ട് നീങ്ങുകയും താന് തന്റെ ജനത്തെ, ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞ ഒരു വാക്യമാണിത്. കർത്താവ് എനിക്ക് തന്ന ആജ്ഞയനുസരിച്ച് ഓക്കേണം. കർത്താവ് എന്നെക്കുറിച്ച് ഏത് കൽപ്പന തന്നുവോ ആ കൽപ്പന പ്രകാരം എന്റെ കൂടാരം പൊളിയാറായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പത്രോസ് പ്രത്യാശയോട് കൂടെ തനിക്കൊരു വലിയ അറിവ് ക്രിസ്തുയേശുവിൽ ലഭിച്ചത്. കർത്താവ് എനിക്ക് തന്ന ആജ്ഞപ്രകാരം എന്റെ കൂടാരം പൊളിയാറായിരിക്കുന്നു. പത്രോസിന് പ്രത്യാശ വർദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ചരിത്രം പറയുന്നത്, പത്രോസിന്റെ പ്രത്യാശയുടെ ആഴങ്ങൾ വർദ്ധിച്ചത് കൊണ്ടാണ് പറഞ്ഞത്, തലക്കീഴായി ക്രൂശിക്ക്, ഞാനവന്റെ പാദങ്ങളെ മുത്തം ചെയ്യട്ടെ. ആമേൻ. ഹല്ലേലൂയ. പത്രോസിന്റെ ലാസ്റ്റ് കാര്യമുണ്ടോ? കർത്താവ് എനിക്ക് തന്ന ആജ്ഞപ്രകാരം എന്റെ ഹല്ലേലൂയ കൂടാരം പൊളിയാണ്. ആമേൻ. ഈ പത്രോസ് ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ആമേൻ, പൗലോസ് വെറുതെ വിട്ടില്ല. ഹല്ലേലൂയ. അതാണ് ഒരു പ്രത്യേകത. പത്രോസ് പറഞ്ഞു കൂടാരം പൊളിയാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അത് ഈ പത്രോസ് എനിക്ക് തോന്നുന്നത് അല്പം ക്ഷീണിച്ച് ആയിരിക്കുന്ന അവസരമാണല്ലോ. ഉടനെ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, പത്രോസ് കൂടെയുള്ള ശിഷ്യന്മാരെ, ഹല്ലേലൂയ, അതെ, മൂപ്പനായ പത്രോസ് പറയുന്നു, ഹല്ലേലൂയ, എന്താണ്, കൂടാരം പൊളിയാൻ പോവുകയാണെന്ന്. പൗലോസ് പറയുകയാണ്, പത്രോസെ നീ ഭാരപ്പെടണ്ട, ഹല്ലേലൂയ, കണ്ടുപോരുന്ന 5 കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു കൂടാരം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് പാർക്കുന്നു.
ഹല്ലേലൂയ. പത്രോസ്, നിന്റെ കൂടാരം പൊളിയാൻ തുടങ്ങുന്നു. പൊളിയട്ടെ, നീ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം വേറെ ഒരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ജനമേ, ശാരീരികമായി മാനസികമായി ഭാരങ്ങൾ നേരിടുമ്പോൾ പേടിക്കണ്ട. അവൻ പത്രോസ് പറഞ്ഞപ്പോൾ അവനെ ധൈര്യപ്പെടുത്തിയ പൗലോസിനെ പോലെ ഈ ദിവസങ്ങളിൽ ദൈവജനം ധൈര്യശാലികളായി കാലടികൾ വയ്ക്കുവാൻ കഴിയുമെങ്കിൽ നമുക്ക് ധന്യരായിരിക്കാൻ കഴിയും. പൗലോസ് പറയുകയാണ്, അവയെ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ പേടിക്കണ്ട. പത്രോസേ, നിന്റെ കൂടാരം പൊളിയട്ടെ, പേടിക്കണ്ട. എന്നാൽ വേറെ ഒരു കൂടാരത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി നല്ലൊരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കാര്യം കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. നമ്മൾ പാർക്കാൻ പോകുന്ന വീട്, ഹല്ലേലൂയ, 150 മൈൽ 1500 മൈൽ നീളവും 1500 മൈൽ ഉയരവും അത് വീതിയും 1500 മൈലുള്ള വലിയ ഒരു സൗധത്തിലാണ് നമ്മൾ പാർക്കാൻ പോകുന്നത്. ഒരു നിരീക്ഷകനീയ പറഞ്ഞു, ഹല്ലേലൂയ, 85 ലക്ഷത്തിൽ അധികം നിലയുള്ള ഒരു ഇങ്ങനെ വലിയ, ഹല്ലേലൂയ, ഒരു വീട്ടിൽ നമ്മൾ പാർക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പറഞ്ഞ തെറ്റി, 75 ലക്ഷം നിലയുള്ള ഒരു വീട്ടിലാണ് നമ്മൾ പാർക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. മേഡം, എങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോൾ നമുക്ക് താഴെ നിന്ന് മുകളിലെത്താം. വിഷമിക്കുകയൊന്നും വേണ്ട. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ, നാം പാർക്കുവാൻ പോകുന്ന ഈ വീടിനെ കുറിച്ചുള്ള വാഞ്ച നമുക്കുണ്ടെങ്കിൽ ഈ കാലങ്ങളിലെ കഷ്ടം സാരമില്ല. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യും. പറന്നു പോകണമെങ്കിൽ ചിറകൊക്കെ സൂക്ഷിക്കണം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ സാധാരണ സഹോദരിമാർ പറയാറുണ്ട്, ഹല്ലേലൂയ, ഇപ്പോൾ പാടില്ല, കോഴി മണലിന്റെ പുറത്ത് കിടന്ന് ചരിഞ്ഞും എറിഞ്ഞും കിടക്കുമ്പോൾ അമ്മച്ചിമാരൊക്കെ പറയാറുണ്ടായിരുന്നു, എന്തുവാ, ആ വിരുന്നക്കാര് വരാറായെന്ന്. ഹല്ലേലൂയ. കോഴി വിരുന്നക്കാരെ ഉദ്ദേശിച്ചല്ല, അതിന്റെ ശരീരത്തിൽ കുറെ വിരുന്നക്കാരുണ്ട്. ഹല്ലേലൂയ. നല്ലവണ്ണം മണലിന് ചൂട് പിടിക്കുമ്പോൾ അത് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ഈ ചെള്ളും ഈ ചെല്ലാം പൊങ്ങി ഇറങ്ങി വരും. അപ്പോൾ അതിനെ ഓരോന്നിനെ അതെടുത്ത് കൊന്നു കളയുന്നത് കാണാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പറക്കാൻ തടസ്സമുണ്ടാക്കി ചിറകയിലൊക്കെ ഇരിക്കുന്ന എന്തു ചെയ്യണം? ഇതിനെയൊക്കെ എന്തു ചെയ്യണം? കൊല്ലണം. അതിന് പരിശുദ്ധാത്മാവാകുന്ന വലിയ ചൂട് നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുമ്പോൾ അവ വിട്ടുമാറി സന്തോഷിപ്പാൻ കഴിയും. പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു കൂടാരം. പത്രോസ്, ഇവിടുത്തെ കൂടാരം താൽക്കാലിക കൂടാരമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ കൂടാരം പൊളിയാറായി. അതുകൊണ്ട് പേടിക്കണ്ട, മറ്റേ കൂടാരത്തിന്റെ പണി തീരും, അവിടെ പാർക്കാൻ കഴിയും. ഈ കൂടാരത്തെക്കുറിച്ചുള്ള വാഞ്ചയല്ലേ നമ്മുടെ വേദനകളും ദുഃഖങ്ങളും നിന്ദകളും പരിഹാസങ്ങളും കേൾക്കുമ്പോൾ നമുക്കുള്ള പ്രത്യാശ എന്താണ്? ഇവിടം വിട്ടാൽ ഞാൻ അവിടെയായിരിക്കും, ഇവിടം വിട്ടാൽ ഞാൻ കർത്താവിനോടുകൂടെയായിരിക്കും. ആമേൻ. അങ്ങനെ വലിയ പ്രത്യാശയോട് നമ്മുടെ ചുവടുകൾ വെപ്പാൻ കഴിയുമെങ്കിൽ നമുക്ക് ധന്യരായിരിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഒടുവിൽ പൗലോസിന് ഹല്ലേലൂയ വലിയൊരാഗ്രഹം. ആമേൻ. ഈ കൂടാരം പൊളിയുന്നുണ്ട്, ആമേൻ, വലിയ തണുപ്പൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പുതപ്പും ചർമ്മലിഖിതവും കൂടെ നീ കൊണ്ടുപോരണം.
ഹല്ലേലൂയ. അതെ, നമ്മളൊക്കെ ആയിരുന്നു, ഞാൻ ഉൾപ്പെടെ ആയിരുന്നെങ്കിലും അതെ ഹല്ലേലൂയ, നീ വരുമ്പോൾ ഇന്നതൊക്കെ വേണം, ഇന്നതൊക്കെ കൊണ്ടുവരണം ഹല്ലേലൂയ എന്ന് പറഞ്ഞേനെ. എന്നാൽ ഹല്ലേലൂയ, പൗലോസിന് വേണ്ടിയത് അവിടെ ഇരിക്കുമ്പോൾ താൻ എഴുതിയ ചില ചർമ്മലിഖിതങ്ങളുണ്ട്, അത് വായിച്ച് തനിക്ക് പ്രത്യാശിക്കണം. ഹല്ലേലൂയ. എവിടെ മുതല് ദമസ്കോസിന്റെ പടിവാതുക്കല് ഉരുണ്ടു വീണ് കിടന്ന് അവൻ വലിയ ശബ്ദത്തോട് കർത്താവിലേക്ക് ചേർത്ത് അടുത്ത് മുൻപോട്ട് നീങ്ങി പ്രത്യാശയിൽ നിലകൊണ്ടു. അനേക കഷ്ടങ്ങൾക്ക് താൻ സാക്ഷ്യം നിന്നു. 5 പ്രാവശ്യം 39 അടി വീതം താൻ വേണ്ടുവോളം കൊണ്ടതാണ്. എന്നാൽ അവന്റെ പ്രത്യാശയുണ്ട്, ഇത് പൊളിഞ്ഞാൽ മറ്റൊന്ന്. താൻ വേറെ ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, എന്ത് ചെയ്യാണ്, ഇത് പൊളിഞ്ഞാൽ മറ്റൊന്ന് എന്ന് താൻ പറയുമ്പോൾ ഈ കൂടാരത്തിൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയല്ല കർത്താവ് നിമിത്തം, അത് ഞാൻ പൂരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തു യേശുവിൽ സന്തുഷ്ടനായി. ഈ യോഹന്നാൻ ഒരു ദിവസം ഒരു കാര്യം പറഞ്ഞു, ഹല്ലേലൂയ, ആ വാക്ക് പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. യോഹന്നാൻ പത്മോസിൽ കിടന്ന് കഷ്ടതയുടെ കയ്പ് അനുഭവിക്കുകയും അതിനു മുൻപ് തിളച്ച എണ്ണയ്ക്കകത്തൂട് കടന്നുപോയ ശേഷം ഹല്ലേലൂയ, പത്മോസ് എന്ന ദ്വീപില് താൻ ഏകാന്തതയുടെ മൂകതയിൽ അവിടെ ആയിരിക്കുമ്പോൾ തനിക്കൊരു പ്രത്യാശ, എന്ത്, ഇപ്പോൾ ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഇന്നതാകുമെന്ന് ഞാൻ ഇതുവരെ അവൻ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ അവന് താനിരിക്കുന്നത് പോലെ തന്നെ കാണും. മാർബുടങ്ങളിൽ ചാരിയിരുന്നവന്റെ പ്രത്യാശ വർദ്ധിച്ചതെന്താണ്? ഞാനൊരു ദിവസം അവനെ കാണും. ഇപ്പോൾ ദൈവ പൈതലാണ്, എന്നാൽ ഞാൻ ഇന്നതാകുന്നവരെ അറിഞ്ഞിട്ടില്ല. നമുക്ക് പ്രത്യാശയോടെ ചുവടുകൾ വെക്കാം. നമ്മുടെ നാളുകളെ എണ്ണി ചുമോട്ട് കാലടികൾ വെച്ച് ധന്യമായ ജീവിതത്തിന് നമുക്കൊരുങ്ങാം. പ്രത്യാശയോടെ ചുവടുകൾ വെക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.